എന്താണ് ഇന്ത്യ എന്നറിയാത്തവർക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാൻ എന്താണ് അവകാശം? ഉത്തരവാദിത്തപ്പെട്ട ദൗത്യം നിറവേറ്റി രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ സോഫിയ ഖുറേഷി എന്ന ആർമി ഓഫീസർക്ക് നേരെ വർഗീയാക്രമണം നടത്താൻ ഒരു മന്ത്രിക്ക് എവിടുന്നാണ് ഇത്ര ധൈര്യം? തീവ്രവാദികളുടെ സഹോദരി എന്ന വിളിയിൽ ഇല്ലാതാവുന്നതല്ല യഥാർത്ഥ രാജ്യസ്നേഹികളുടെ പോരാട്ട വീര്യം. വീണ്ടും വീണ്ടും സോഫിയ ഖുറേഷി ആവർത്തിക്കുന്നത് തീവ്രവാദികൾ ഹിന്ദുവായാലും മുസ്ലിമായാലും അവരെൻ്റെ ശത്രുക്കളാണ് എന്നതാണ്. അവരെ കൊല്ലുന്നതാണ് എനിക്കിഷ്ടം എന്നതാണ്. രാജ്യത്തിൻ്റെ കാവൽക്കാരി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് അത് നൽകുന്ന ആത്മബലം ചെറുതല്ല. അതിനിടയിൽ വന്ന് വർഗീയത പറഞ്ഞ് രാജ്യത്തിൻ്റെ ഐക്യത്തെ അപകടത്തിലാക്കുന്നവരാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ. രാജ്യം ഒറ്റക്കെട്ടായി അവരെ നേരിടണം. അവനവനു വേണ്ടിയല്ല, ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയാണ് സേന പോരാടുന്നതെന്ന് ഓർമ്മ വേണം. പട്ടാളത്തിൻ്റെ ആത്മവീര്യം നാം കെടാതെ സംരക്ഷിക്കണം. ജയ് ഹിന്ദ്.